ഹലോ ഫോക്സ്, നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനവധി ഫാൻസ് ഉള്ളതും ആൻഡ് നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ബൈക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കെ ടി എമ്മിൻ്റെ ബൈക്കുകൾ. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ മോട്ടോ ജി പി റേസ് നടന്നത് കെ ടി എമ്മിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. ദാറ്റ് ഇസ് ദ റെഡ് ബുൾ റിംഗ്. ഈവൻ അവർക്ക് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും റെഡ് ബുൾ റിങ്ങിനെ അടക്കി ഭരിച്ചത് ഡുക്കാട്ടീസ് ആണ്. കെ ടി എമ്മിനെ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു മറുപടി പോലും ഉണ്ടായില്ല. സോ എല്ലാ ടോപ്പ് പൊസിഷൻസ് ഇങ്ങനെ ഡുക്കാട്ടീസ് കവർ ചെയ്തപ്പോഴത്തേനും കുറച്ചൊക്കെ ഒരു ബോറിംഗ് ആയിട്ടുള്ള റേസാണ് ശരിക്കും ഓസ്ട്രേലിയയിൽ നടന്നത്. ആൻഡ് ബോറിംഗ് ആയിട്ടുള്ള റേസുകൾ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആക്കണമെങ്കിൽ യു ഷുഡ് പുട്ട് മാർക്ക് മാർക്കസ് ഓൺ ദ ട്രാക്ക്. ബിക്കോസ് തേർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 14th പോയി ആൻഡ് 14th നിന്ന് വീണ്ടും 4th വന്നൊരു മാർക്ക് മാർക്കസിനെയാണ് നമ്മളവിടെ കണ്ടത്. ആൻഡ് ഹി മേഡ് ദ റേസ് സോ മച്ച് എക്സൈറ്റിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ഓസ്ട്രിയൻ ജിപിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു BBK മോട്ടോ ജി പി പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 6. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ബിൽസൺ ബെനി. ആൻഡ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഓസ്ട്രിയൻ ജിപിനെ കുറിച്ചാണ്. സോ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ എഴുതിയിട്ടാണ്. പേടിക്കേണ്ട, ഇതിൽ പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങളൊന്നുമല്ല. ബേസിക്കലി ഞാൻ ഇന്ത്യൻ ജിപിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടെ വരുന്ന ആൾക്കാരെ എല്ലാവരും കൂടി കൂട്ടി നമുക്ക് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെ, എന്താ പറയുക, നമുക്ക് അറിയാൻ പാടാത്തൊരു നാടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും ഒരു സഹായമൊക്കെ നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ്. ആൻഡ് ഇപ്പോഴും അതിൽ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. ആൻഡ് എല്ലാ വീക്കിലും നമ്മളിങ്ങനെ മോട്ടോ ജിപിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, വളരെ എന്തൂസിയാസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. സോ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ മോട്ടോ ജി പി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരിക. പല ആൾക്കാരുടെയും അവരുടെ ഇൻസൈറ്റ്സ്, അതുപോലെ തന്നെ അവർക്ക് പല ആർട്ടിക്കിളിൽ നിന്ന് കിട്ടുന്ന അറിവുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് മോട്ടോ ജി പി. ഞാനിവിടെ മോട്ടോ ജി പിനെ കുറിച്ച് മാത്രമാണ് പറയാറ്. പക്ഷേ അതിൻ്റെ ഉള്ള നമ്മൾ മോട്ടോ 2, മോട്ടോ 3 ആൻഡ് ഈവൻ ഫോർമുല 1 ഫാൻസ് ഉണ്ട്, അതുപോലെ തന്നെ WSBK ഫാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഇതിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും സ്പോർട്ടിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്. അതായത് നമ്മുടെ ഓസ്ട്രിയൻ ജി പി എന്ന് പറയുമ്പോൾ ആക്ച്വലി 2 റേസും ജയിച്ചത് പെക്കോ ബാഗ്നായാണ്. സ്പ്രിന്റ് റേസ് നോക്കിയിട്ടുണ്ടെങ്കിലും മെയിൻ റേസ് നോക്കിയിട്ടുണ്ടെങ്കിലും 2ലും ജയിച്ചിരിക്കുന്ന പെക്കോ ബാഗ്നായാണ്. ആൻഡ് ഹീസ് എ കംപ്ലീറ്റ് മോൺസ്റ്റർ. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പെക്കോ ബാഗ്നയുടെ ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡുക്കാട്ടി ഒരു വേറെ ലെവലാണ് ഓൾറെഡി. 2023 ഡുക്കാട്ടിനെ പോലും ഇപ്പം നമ്മുടെ ഗ്രിഡിലുള്ള ബാക്കി അപ്രിയിലേക്കോ അല്ലെങ്കിൽ KTMന് പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ 2024 ഡുക്കാട്ടി അതിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ഓരോ ലാപ്പിലും മാർക്ക് മാർക്കസ് പറഞ്ഞനുസരിച്ച് ഓരോ ലാപ്പിലും 0.4 സെക്കൻഡ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് ഒരു ഡുക്കാട്ടി 24-ഉം 23-ഉം തമ്മിലുണ്ട്. സോ 24 ലാപ്പും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് ബിക്കംസ് a difference of seconds. അപ്പോൾ അത്രയും സെക്കൻഡ്സിൻ്റെ ഡിഫറൻസ് വരുമ്പോഴത്തേനും ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഡുക്കാട്ടിയുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ സീസൺ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി വൺസ് ഇൻ ഓസ്റ്റിൻ നമ്മുടെ മാവറിക് വിന്യാലസ് പുള്ളിയുടെ അപ്രീലിയം കൊണ്ടൊരു ഫസ്റ്റ് പൊസിഷൻ അടിച്ചതല്ലാണ്ട് വേറൊരു റേസിലും ഡുക്കാട്ടി ഫസ്റ്റ് ഓർ സെക്കൻഡ് ആവാത്തത് വേറൊരു റേസേ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡുക്കാട്ടി. ആൻഡ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമാൻഡർ അല്ലെങ്കിൽ ഒരു വാരിയർ എന്ന് പറയുന്നത് ശരിക്കും പെക്കോ ബാഗ്നായാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഡാവിഡ്, അതായത് ഡുക്കാട്ടിയുടെ ചീഫ് എഞ്ചിനീയറിൻ്റെ ഒരു വേറൊരു പോഡ്കാസ്റ്റിൽ പുള്ളി വർത്താനം പറഞ്ഞ് കേട്ടായിരുന്നു. സോ വാട്ട് ഹി ബേസിക്കലി സെഡ് ഇസ് ദാറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നുള്ളത് റൈഡേഴ്സ് അല്ല പറയേണ്ടത്. റൈഡേഴ്സിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുക, ജയിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ എഞ്ചിനീയേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് വാട്ട് റൈഡേഴ്സ് നീഡ് ടു ഡു. സോ അതിനിടയ്ക്ക് ലോറൻസോയുടെ കാര്യമൊക്കെ പറയണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി നമ്മൾ ലോറൻസോയുടെ ഡുക്കാട്ടി ലൈഫ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി ഹി ആൻഡ് ദ ഡുക്കാട്ടി മാനേജ്മെന്റ് ഹാഡ് സോ മച്ച് ഇഷ്യൂസ്. ലോറൻസോ പറയുന്ന പോലെ ആയിരിക്കില്ല എഞ്ചിനീയേഴ്സ് കേൾക്കുന്നത്, എഞ്ചിനീയേഴ്സ് പറയുന്ന പോലെ ആയിരിക്കില്ല ലോറൻസോ കേൾക്കുന്നത്. സോ എനിക്ക് ഈ ഒരു പാട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സിന് പിന്നെ ആ ഒരു സംഭവം അവർക്ക് എന്താ പറയുക ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റൈഡർ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം വേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഡെവലപ്മെന്റ് നടക്കത്തില്ല. സോ ആ ഒരു കാര്യത്തിൽ അവർ പുറകോട്ടേക്ക് വരും. ആൻഡ് ഇറ്റ് മേ അഫക്ട് ദെയർ സ്ട്രേറ്റ് ലൈൻ സ്പീഡ്, അല്ലെങ്കിൽ കോർണർ എക്സിറ്റ് ഇതിനെയൊക്കെ ചിലപ്പോൾ അഫക്ട് ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ലോറൻസോയും ഡുക്കാട്ടിയും തമ്മിലുണ്ടായിരുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ എൻഡൊക്കെ ആയപ്പോഴത്തേനും ലോറൻസോ യൂസ് ടു ബി ദ റൈഡർ വാട്ട് ഡുക്കാട്ടി നീഡ്സ്. അപ്പോൾ അങ്ങനെ ഡാവിഡ് പറയുന്നത് കേട്ടു. ബട്ട് വാട്ട് ഹി സെഡ് അബൌട്ട് പെക്കോ ഈസ് അമേസിങ്. കാരണം പെക്കോ കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഫീഡ്ബാക്ക് തന്നെ പറയുന്നതല്ല, പുള്ളി പറയുന്നതും പുള്ളിയുടെ ഡേറ്റയും തമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി എന്താ പറയുക നന്നായിട്ട് സിങ്ക് ചെയ്യുന്നൊരു ഡേറ്റയാണ് രണ്ടും തമ്മിലുള്ളത്. യൂഷ്വലി റൈഡേഴ്സ് പറയുന്ന അവരുടെ ഫീൽ തമ്മിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അത് ബൈക്കിൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ പെക്കോ വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് എഞ്ചിനീയേഴ്സിന് അതിനനുസരിച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഹീസ് നോട്ട് കമാൻഡിങ് ദ എഞ്ചിനീയേഴ്സ്, ആക്ച്വലി ഹീസ് ഗിവിംഗ് ഫീഡ്ബാക്ക് ടു ദ എഞ്ചിനീയേഴ്സ്. ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ശരിക്കും ഈ വണ്ടിയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ശരിക്കും തീരുമാനിക്കുന്നത്.
ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡുക്കാട്ടിയുടെ ഒരു സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ ദേ ആർ ടോപ്പ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ പോലെ ലൈക്ക് ഒരു ഹോളി ട്രിനിറ്റി പോലെയാണ്. ഡുക്കാട്ടി പ്ലസ് ഡാവിഡെ പ്ലസ് പെക്കോ വാഗ്നാർ ഈ മൂന്നും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ വലിയ ഡോമിനേഷനാണ് ശരിക്കും ഈ മോട്ടോ ജിപിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഡുക്കാട്ടി ഈസ് ഓൺ അനദർ ലെവൽ. സോ ഈ റെഡ് ബുൾ റിംഗിൽ വന്നപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആക്ച്വലി പെക്കോ ബാഗ്നായ തന്നെ ഇത് ഡൊമിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ ഈ മുജല്ലോ പോലെ തന്നെയാണ് നമ്മുടെ ഈ റെഡ് ബുൾ റിംഗ് സർക്യൂട്ടും അത്യാവശ്യം നല്ല ഒരുപാട് സ്ട്രെയിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് സ്വീപ്പിംഗ് കോർണേഴ്സ് ഒക്കെയാണ്. സോ ഡുക്കാട്ടിയുടെ ആ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു എന്താ പറയുക ഒരു ട്രാക്ക് തന്നെയാണ് ശരിക്കും ഈ റെഡ് ബുൾ റിംഗ് ആണെങ്കിൽ പോലും. ഈവൻ ദോ KTM ഇവിടെ അടിപൊളിയായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്, ഡുക്കാട്ടിയുടെ എന്ന് പറയുന്നത് മുജല്ലോയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടെസ്റ്റ് ഒക്കെ ചെയ്തെങ്കിലും അവർക്ക് ഡുക്കാട്ടിക്ക് കൊടുക്കാനായിട്ടൊരു മറുപടി പോലും ഉണ്ടായില്ല. ആ രീതിയിൽ ഡുക്കാട്ടി വാസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് ദ ഓസ്ട്രിയൻ GP. ആൻഡ് അഗൈൻ പെക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ മാൻ ആൻഡ് മെഷീൻ ബിക്കമിങ് വൺ, അല്ലെങ്കിൽ ആ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്ന പോലെയായിരുന്നു പെക്കോ. പുള്ളി ഏത് രീതിയിൽ ആ വണ്ടി ഓടിക്കണം എന്നുള്ളത് ശരിക്കും നമ്മളിങ്ങനെ വാ വിളിച്ചിങ്ങനെ ഇരുന്നു. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഏതൊരു റേസ്, ഞാനിപ്പോൾ റേസ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഏതൊരു റേസിൽ ആക്ച്വലി രണ്ടുപേരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട് സൈഡ് കൂടെ ഓവർടേക്ക് ചെയ്ത് വളരെ ലേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്നിട്ട് പോലും ആ റേസിംഗ് ലൈനിൽ നിന്ന് മാറിപ്പോകാണ്ട് വൈഡായി പോകാണ്ട് കറക്റ്റ് ആ ഏപെക്സിൽ കൂടെ തന്നെ കോർണർ എടുത്ത ഒരു മഹാനാണ് ശരിക്കും പെക്കോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട് നഷ്ടപ്പെട്ടിട്ട് ലോ സൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ വൈഡായിട്ട് പോയിട്ട് ആ കിട്ടിയ പൊസിഷനൊക്കെ പോയി കുറച്ചുകൂടെ ടൈം ലോസ്റ്റ് ആയിട്ട് വീണ്ടും ബാക്കിൽ നിന്ന് വീണ്ടും ഓവർടേക്ക് ചെയ്യേണ്ടി വരും. സോ പെക്കോ ആ വണ്ടിയായിട്ട് ഏകദേശം ഒന്നായി കഴിഞ്ഞേക്കാണ്. ആൻഡ് 2025 ഇപ്പോൾ മാർക്ക് മാർക്കസ് ഫാക്ടറി ഡുക്കാട്ടിയിലേക്ക് പോയാലും പെക്കോ വാഗ്നായനെ അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഈവൻ ദോ ഒരു മാർക്ക് മാർക്കസ് ഫാൻ ആണെങ്കിൽ പോലും എനിക്ക് തന്നെ സംശയമാണ്. ബിക്കോസ് പെക്കോ ഈസ് ബിക്കമിങ് സോ മച്ച് ഡേഞ്ചറസ് ആൻഡ് സോ മച്ച് ഡേഞ്ചറസ് ഇൻ ദ വേ ദാറ്റ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് പുള്ളി. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ മാറ്റ് ഓക്സ്ലി പീറ്റർ ബോം പോഡ്കാസ്റ്റിലാണ് കേട്ടതെന്ന് തോന്നുന്നു. ലൈക്ക് ഡുക്കാട്ടിയുടെ ഒരു സ്ട്രാറ്റജി അല്ല, അവരുടെ ഒരു എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ബേസ്ഡ് ഓൺ റയർ ടയറാണ്. ബാക്കിൽ നമുക്ക് എന്തോരം ഗ്രിപ്പ് കിട്ടുന്നു, ബാക്കിൽ നമുക്ക് എന്തോരം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ശരിക്കും ബൈക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ പണ്ടത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം മുമ്പ് മുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ മാനുഫാക്ചേഴ്സും അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഫ്രണ്ടിലേക്കാണ്. ഫ്രണ്ട് ഗ്രിപ്പ് നമുക്ക് എന്തോരം നേടാൻ പറ്റും, ഫ്രണ്ടിൽ എന്തോരം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഫ്രണ്ടിനെ അധിഷ്ഠിതമായിട്ടാണ്, ഫ്രണ്ട് ടയേഴ്സിനെ അധിഷ്ഠിതമായിട്ടാണ് വണ്ടികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അന്നത്തെ കാലത്ത് റയർ ടയർ വളരെ മോശമായിരുന്നു, ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ. സോ അതുകൊണ്ട് തന്നെ മാർക്ക് മാർക്കസ് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്ക് മാർക്കസ് ഒക്കെ റയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡൊക്കെ ചെയ്ത് ഒന്നും നോക്കാണ്ട് ഫ്രണ്ടിന് മാക്സിമം വെയിറ്റ് കൊടുത്ത് ഫ്രണ്ട് മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് ഹി യൂസ് ടു റേസ്. അതുപോലെ തന്നെ ഹി യൂസ് ടു ടേക്ക് ദ സോഫ്റ്റ് ടയർ ആസ് ദ റയർ ടയർ. അപ്പം സോഫ്റ്റ് ടയർ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ലാപ്പുകളിൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും, പക്ഷെ അവർ കുറച്ച് ലാപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് അങ്ങ് വെയർ ഔട്ട് ആവും, പെട്ടെന്ന് വെയർ ഔട്ട് ആവും. നമുക്ക് മാക്സിമം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെയർ ഔട്ട് ആയ ടയർ കൊണ്ട് പിന്നെ നമ്മൾ സ്ലോ ആവത്തേ ഉള്ളൂ. നമുക്ക് ഗ്രിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് സ്പീഡ് എടുക്കുക, ലൈക്ക് ട്രാക്ഷൻ കൺട്രോൾ കിക്കിൻ ചെയ്യും, അത് നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ടിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യും. അതായത് ആൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നത് തന്നെയാണ്. അപ്പോൾ എന്നാൽ പോലും ഒരു ഹോൾ റേസിൽ മാർക്ക് മാർക്കോസ് വാസ് യൂസിങ് സോഫ്റ്റ് ടയർ ബിക്കോസ് പുള്ളിയുടെ ഫുൾ കോൺസെൻട്രേഷൻ വാസ് ഓൺ ദ ഫ്രണ്ട് ടയർ. ഫ്രണ്ട് ടയർ ഒരു ഹാർഡ് ടയർ എടുക്കുകയാണെങ്കിൽ റേസിൻ്റെ എൻഡ് വരെ അത് നിൽക്കും, ബാക്കിയുള്ളതൊക്കെ പുള്ളിക്ക് എങ്ങനെ വേണേൽ മാനേജ് ചെയ്ത് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ആ ഒരു ഫിലോസഫിയിലാണ് മിക്ക ബൈക്കുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഷലിൻ ഇത് മോട്ടോ ജിപിയുടെ ഒരു മെയിൻ സ്പോൺസർ ആയപ്പോഴത്തേനും, അതായത് ഇനി മോട്ടോ ജിപി റേസുകളിൽ മിഷലിൻ ടയേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ആയപ്പോഴത്തേനും റയർ ടയർ മിഷലിൻ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ റയർ ടയറിന് ഭയങ്കര ഗ്രിപ്പുണ്ട്. ഇന്നത്തെ കാലത്ത് റയർ ടയർ എന്ന് വെച്ചാൽ മാരക ഗ്രിപ്പാണ് ശരിക്കും ആ ടയറുകളിൽ. അതേസമയം ഫ്രണ്ട് ടയർ അവരുടെ ഭയങ്കര ഷിറ്റാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ടയർ അത്ര യൂസബിൾ അല്ല. ഫ്രണ്ട് ടയർ എപ്പോൾ വേണേൽ വാഷ് ഔട്ട് ആവും, അത്രയും പ്രഷർ താങ്ങാനായിട്ട് ഫ്രണ്ട് ടയറിന് പറ്റുന്നില്ല. ആൻഡ് ഓൾസോ മോട്ടോ ജിപി ബൈക്സ് കൂടുതൽ പവർഫുള്ളായി കൂടുതൽ ബൾക്കിയായി, പിന്നെ മറ്റേ റൈഡ് ഹൈ ഡിവൈസസ്, അതുപോലെ സൈഡിലുള്ള എയറോഡൈനാമിക് വിങ്സ്, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം ഒരു ഫാക്ടറായി ശരിക്കും ഈ ഫ്രണ്ട് ടയറിനെ സംബന്ധിച്ചിടത്തോളം. ലൈക്ക് നമ്മളിപ്പോൾ വണ്ടിയിലൊരു വിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ഫോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. സോ ആ ഡൗൺ ഫോഴ്സ് വന്നു കഴിയുമ്പോഴത്തേനും ശരിക്കും ടയറുകളിലേക്ക് വരുന്ന ആ ഒരു വെയിറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ ആ വെയർ കൂടും. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ ഫ്രണ്ട് ടയർ വാസ് ആക്ടിങ് ഷിറ്റ്. ആൻഡ് അത് തന്നെയാണ് ഹോണ്ട മുതൽ ബാക്കി എല്ലാ വണ്ടികളുടെയും ആ ഒരു പതനത്തിന് കാരണം തന്നെ. ആൻഡ് ഡുക്കാട്ടി ബീങ് അവരുടെ സ്റ്റാർട്ടിങ് മുതലുള്ള പ്രിൻസിപ്പിൾ ഇതായിരുന്നു, ലൈക്ക് ദേ വിൽ യൂസ് മാക്സിമം ദ റയർ ടയർ. അതുകൊണ്ട് തന്നെ ദ റയർ ടയർ വാസ് അമേസിങ്. ആൻഡ് ഡുക്കാട്ടി
ക്യാൻ ഡു വണ്ടേഴ്സ് റൈറ്റ് നോ ബിക്കോസ് ഓഫ് ദ ടയർ. ആൻഡ് ഈ ടയർ കാരണം മാത്രമെന്ന് ഞാൻ പറയത്തില്ല, വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഇതുണ്ട് അവരുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. ദേ ഹാവ് എ വെരി സ്ട്രോങ് എഞ്ചിൻ. ആൻഡ് പണ്ടത്തെ അവരുടെ മെയിൻ ഇഷ്യൂ ആയിരുന്നു അവർക്ക് മര്യാദയ്ക്ക് കോർണർ എൻട്രി കോർണർ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ലൈക്ക് കോർണർ സ്പീഡ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അതും പരിഹരിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി എന്താ പറയുക ഡൊമിനേറ്റിംഗ് പാക്കേജ് റൈറ്റ് നോ ഡുക്കാട്ടി ഫാക്ടറി ബൈക്സ് എന്നൊക്കെ പറയുമ്പോൾ. ആൻഡ് ദേ ഹാവ് എന്താ പറയുക ഒരു സഞ്ചരിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മനുഷ്യനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇൻ ദ നെയിം ഓഫ് പെക്കോ ബാഗ്നായ. ആൻഡ് ഹി ഈസ് ഡൂയിങ് അമേസിംഗ് ജോബ് വിത്ത് ഡുക്കാട്ടി. സോ ഇനി നമ്മളിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹോഹെ മാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഹി കെയിം ടു ദിസ് വീക്കെൻഡ് ബീയിങ് ദ ടോപ്പ് കണ്ടൻഡർ ഇൻ ദ ടൈറ്റിൽ കണ്ടൻഷിപ്പ്. അപ്പോൾ പുള്ളിയാണ് ടോപ്പ് നമ്പർ 1 ആയിട്ട് ഇരുന്നത്. ജസ്റ്റ് ഒരു ഐ തിങ്ക് 3 points ഞങ്ങളുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഈ വീക്കെൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ് ഈസ് ബാക്ക് ടു പെക്കോ ബാഗ്നായ ബീങ് ദ നമ്പർ 1. അതും ചെറിയ പോയിന്റ്സിന് ഡിഫറൻസേ ഉള്ളൂ. സോ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ തിങ്ക് ഹോഹെ മാർട്ടിൻ ഹാഡ് ദ പോൾ പൊസിഷൻ. ലൈക്ക് പെക്കോ ബാഗ്നായ ഒരു അടിപൊളി ലാപ്പ് നടത്തി, പക്ഷെ അതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ഓൾ ടൈം ലാപ്പ് റെക്കോർഡിന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഹോഹെ മാർട്ടിൻ ടോപ്പ് എടുക്കുകയാണ് ചെയ്തത്. സോ ഹി സ്റ്റാർട്ടഡ് ഫ്രം ദ പോൾ പൊസിഷൻ. പക്ഷെ പെട്ടെന്ന് തന്നെ പെക്കോ ബാഗ്നായ ഫ്രണ്ടിലെത്തി ആൻഡ് ഹി വാസ് ഫൈറ്റിംഗ് വിത്ത് പെക്കോ ബാഗ്നായ. ആൻഡ് ഒരു സമയത്ത് പുള്ളി കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി അല്ലെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ടാണെന്ന് തോന്നുന്നു. പുള്ളി ശരിക്കും വളരെ ലേറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. അത് പുള്ളിനെ ശരിക്കും വൈഡ് കൊണ്ടുപോയി. ആൻഡ് നമ്മൾ ട്രാക്കിൽ വൈഡ് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഗ്രീൻ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 second ഡ്രോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഹോഹെ മാർട്ടിന് 1 second പുള്ളി ഡ്രോപ്പ് ചെയ്തില്ല, അപ്പോൾ തന്നെ തിരിച്ച് കയറി വരുവാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഈ ഗ്രീൻ കളർ അടിച്ചേക്കുന്ന സ്ഥലം ശരിക്കും ഗ്രാസ് ആയിരുന്നു. സോ നിങ്ങളുടെ ബൈക്കും കൊണ്ട് ഗ്രാസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ട്രാക്കിൽ തന്നെ മര്യാദയ്ക്ക് ഗ്രിപ്പ് കിട്ടണല്ലോ. അപ്പോൾ ഗ്രാസിൽ കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഡോ സൈഡ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് നല്ലപോലെ നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം നഷ്ടമാവും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്രാഷ് ആവും, ഈവൻ ഡെത്ത് വരെ സംഭവിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റി ഇപ്പോൾ ഉള്ള പെനാൽറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ 1 second ഡ്രോപ്പ് ചെയ്യണം. പക്ഷേ ഹോഹെ മാർട്ടിൻ അത് ഡ്രോപ്പ് ചെയ്തില്ല. സോ ഹി ഹാഡ് ഒന്ന് ട്രാക്ക് ലിമിറ്റ്സ് വാർണിംഗ് ബ്രേക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയും വൈഡ് പോയപ്പോൾ ഒരു 1 second ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് പുള്ളി അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹി ഹാഡ് എ ലോങ് ലാപ്പ് പെനാൽറ്റി. പക്ഷേ ആ ലോങ് ലാപ്പ് പെനാൽറ്റി ആണെങ്കിൽ പോലും ഹി ഡിഡൻ ലൂസ് സോ മച്ച് ടൈം. ഐ തിങ്ക് ഒരു 2 seconds 3 seconds മാക്സിമം ടൈം ലോസ് ചെയ്തോളൂ. കാരണം ഈ റെഡ് ബുൾ ഡ്രിങ്കിൻ്റെ ലോങ് ലാപ്പ് പെനാൽറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൊറിബിൾ. നമുക്ക് അത്യാവശ്യം നല്ല ടൈം ലൂസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ലോങ് ലാപ്പ്. ഓക്കെ, സോ എനിവേ ലോങ് ലാപ്പ് പെനാൽറ്റി എടുത്തെങ്കിലും ഹോഹെ മാർട്ടിന് അത്രയ്ക്ക് ടൈം ലോസ് ആയില്ല. ആ സമയം കൊണ്ട് തന്നെ വീണ്ടും സെക്കൻഡ് പൊസിഷനിലെത്തിയത് മാർക്ക് മാർക്കസ് ആണ്. ആൻഡ് മാർക്ക് മാർക്കസ് അതിൻ്റെ എൻഡ് ക്രാഷ് ആയി. നമ്മൾ മാർക്ക് മാർക്കസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം തന്നെ പറയും. എനിവേ മാർക്ക് മാർക്കസ് ക്രാഷ് ആയി ആൻഡ് ഹോഹെ മാർട്ടിൻ ഗോട്ട് ദ സെക്കൻഡ്. അപ്പോൾ സ്പ്രിന്റ് റേസിൽ 15, അത് കഴിഞ്ഞ് പിന്നെ 12 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 3 points ഡിഫറൻസ് ആണ് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പ്രിന്റ് റേസ് കഴിഞ്ഞപ്പോഴത്തേനും ബോത്ത് ഓഫ് ദം ഹാഡ് ഈക്വൽ പോയിന്റ്സ്. ഐ തിങ്ക് 245 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ്സ് ആയിരുന്നു സ്പ്രിന്റ് റേസ് കഴിഞ്ഞപ്പോൾ. ആൻഡ് വെൻ ഇറ്റ് കെയിം ടു ദ മെയിൻ റേസ് പെക്കോ ബാഗ്നായ അഗൈൻ വേറെ ലെവലായിരുന്നു. ആൻഡ് പെക്കോ ബാഗ്നായുടെ പുറകെ തന്നെ ഹോഹെ മാർട്ടിൻ ഉണ്ടായിരുന്നു. കുറേ തവണ പെക്കോ ബാഗ്നായ ആയിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കി, ലൈക്ക് ഒരു 1 second ഡിഫറൻസ് അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഐ തിങ്ക് ഏകദേശം ഒരു 2 seconds അടുത്ത് തന്നെ ഡിഫറൻസ് രണ്ടുപേരും തമ്മിലുണ്ടായി. പെക്കോ ഗോട്ട് ഫസ്റ്റ് ആൻഡ് ഹോഹെ മാർട്ടിൻ ബിക്കെയിം സെക്കൻഡ്. ആൻഡ് തേർഡ് വന്നത് ഇനിയ ബാസ്റ്റിനിയാണ്. ആൻഡ് ഇനിയ ഹാഡ് ലൈക്ക് 5 seconds അങ്ങോട്ട് ഗ്യാപ്പ് രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഹോഹെ മാർട്ടിൻ്റെ വീക്കെൻഡ് പ്ലേ ഔട്ട് ആയത്. ബട്ട് ഹോഹെ മാർട്ടിൻ്റെ അവിടെയും ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ലൈക്ക് ഹി ഹാവ് എവറിത്തിങ്, എല്ലാ പെക്കോയുടെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഹോഹെ മാർട്ടിൻ്റെ ഇപ്പം നിലവിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് ആ ഒരു സ്പീഡ് എടുക്കാൻ പറ്റാത്തത് എന്ന് കൂടി അവർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത്. ആൻഡ് പെക്കോ ബാഗ്നായുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേസിൽ അവർ ട്രാക്ഷൻ കൺട്രോൾ ഭയങ്കരമായിട്ടും ഇത് കുറച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഈ TC കൺട്രോൾസും ബാക്കി ഇലക്ട്രോണിക് അസിസ്റ്റുകളൊക്കെയാണ് ആക്ച്വലി നമ്മളുടെ വണ്ടി ഓവർ പവേർഡായി വീൽ സ്പിന്നൊക്കെ ആയി നമുക്ക് ട്രാക്ഷൻ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ പെക്കോ ബാഗ്നായ ഒരുപാട് കാര്യങ്ങൾ മാനുവലി തന്നെ ചെയ്യാൻ നോക്കി. ചിലപ്പോൾ അതായിരിക്കാം ഹോഹെ മാർട്ടിനും പെക്കോ ബാഗ്നായും തമ്മിൽ ഈ ഒരു ഡിഫറൻസിൻ്റെ ഒരു ശരിക്കുള്ളൊരു റീസൺ എന്ന് പറയാനുള്ള കാര്യം. സോ ഹി ഡിഡ് സംതിങ് മാനുവലി ആക്ച്വലി. ആൻഡ് ഈ റെഡ് ബുൾ ഡ്രിങ്കിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഹീറ്റുള്ളൊരു സമയമാണിത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ കോമ്പൗണ്ട് ടയറാണ് ആക്ച്വലി ഈ റെഡ് ബുൾ ഡ്രിങ്കിലും പിന്നെ ഐ തിങ്ക് ഇന്തോനേഷ്യയിൽ മാൻഡലിക്ക സർക്യൂട്ടിലൊക്കെ നമ്മുടെ മിഷലിൻ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ആ ഒരു ടയറാണ് ഇവിടെയും യൂസ് ചെയ്തത്. ആൻഡ് ആ ഒരു ടയർ യൂസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് അത് കുറച്ചുകൂടെ ഹാർഡറാണ്. അതിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ആൻഡ് എനിവേ അവരിവിടെ യൂസ് ചെയ്തത് മീഡിയം ടയേഴ്സ് ആയിരുന്നു. ഫ്രണ്ട് ആൻഡ് റയർ വെയർ മീഡിയം. അതോ ഫ്രണ്ട് ഹാർഡ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ബോത്ത് വെയർ മീഡിയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ടയേഴ്സുമാണ് യൂസ് ചെയ്തത്. ആൻഡ് പെക്കോ ബാഗ്നായ ഫൗണ്ട്
ആക്ച്വൽ എന്താ പറയുക ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ അവിടെ കണ്ടുപിടിച്ചു. സോ ഹി ടേൺ ഡൗൺ ദ ഇലക്ട്രോണിക്സ് ആൻഡ് ഹി വാസ് ഡൂയിങ് എവറിഥിങ് മാനുവലി. സോ അത് ഞാൻ പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ബ്രില്യൻറ്റ് തിങ് ടു ഡു ആക്ച്വലി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് മാർക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്ക് മാർക്കസിൻ്റെ സ്പ്രിന്റ് റേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാൻസ് ഒക്കെ ശരിക്കും മാർക്ക് മാർക്കസ് സ്പ്രിന്റ് റേസിൽ ക്രാഷായി. പക്ഷെ നമ്മുടെ ഫാൻസിനൊക്കെ കുറച്ചുകൂടി ഒരു സന്തോഷം തരുന്ന ഒരു കാരണമാണ് ശരിക്കും മാർക്ക് മാർക്കസ് ക്രാഷ് ആയത്. സോ മാർക്ക് മാർക്കസിന്റെ വീക്കെൻഡ് നോക്കുവാണെങ്കിൽ ഹി വാസ് ആക്ച്വലി റിയലി സ്ട്രോങ് ഇൻ ദ റെഡ് ബുൾ റിംഗ്. ലൈക്ക് പുള്ളിയുടെ ഒരു ഫേവറേറ്റ് സർക്യൂട്ട് ഒന്നുമല്ല, കാരണം ഒട്ടുമിക്ക കോർണേഴ്സും റൈറ്റ് ഹാൻഡ് കോർണേഴ്സ് ആണ്. പിന്നെ മുജല പോലെ തന്നെ ലോങ് സ്വീപ്പിംഗ് ആയിട്ടുള്ള കോർണേഴ്സ്, ഒരുപാട് സ്ട്രെയിറ്റ്സ്, അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ട്രാക്കാണ് ശരിക്കും ഈ ഓസ്ട്രിയൻ ട്രാക്ക് എന്ന് പറയുന്നത്. ഐ മീൻ ഈ റെഡ് ബുൾ റിംഗിന്റെ ട്രാക്ക്. അപ്പോൾ നമ്മൾ പഴയ മാർക്കസ് റേസുകളൊക്കെ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് മാർക്കസ് വേഴ്സസ് ഡൊവിസിയോസോ. ആൻഡ് ലാസ്റ്റ് ലാപ്പുകളിൽ മിക്കപ്പോഴും മാർക്കസിന് ആ ഒരു ഫ്രണ്ടിലെ സ്പോട്ട് നഷ്ടമായിട്ടുണ്ട്. ലൈക്ക് ലാസ്റ്റ് ലാപ്പിൽ ജസ്റ്റ് ഒരു 0.2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ് ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് ഡുക്കാട്ടി അല്ലെങ്കിൽ ഐ തിങ്ക് അലക്സ് റിൻസ് ഇവിടെ ജയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഡുക്കാട്ടീസ് ഇവിടെ ഡൊവിസിയോസോ ലാസ്റ്റ് ലാപ്പിൽ ലാസ്റ്റ് കോർണറിൽ മാർക്കസിനെ ഓവർടേക്ക് ചെയ്ത് പല തവണ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാർക്കസിന് ഒരുപാട് വിക്ടറീസ് കപ്പിനും ചൂണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു ട്രാക്കാണ് ശരിക്കും ഓസ്ട്രിയൻ ട്രാക്ക്. അപ്പോൾ he is not a huge fan of this track, but anyway he was very strong this weekend. And അത് പുള്ളിയുടെ ക്വാളിഫയിങ്ങിലാണെങ്കിൽ പോലും ആരുടെയും ടോ ഒന്നും എടുക്കാണ്ട് തന്നെ മാർക്കസ് നല്ലപോലെ ക്വാളിഫൈ ചെയ്തു. ആദ്യം ഫ്രീ പ്രാക്ടീസിൽ നല്ലപോലെ ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തത് തന്നെ തേർഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ സ്റ്റാർട്ടിംഗ് ഗ്രിഡ്. അപ്പോൾ അതൊക്കെ ഷോയിങ് ഹീ ഈസ് കമ്മിങ് ബാക്ക്. പയ്യെ വണ്ടിയായിട്ട് പുള്ളി സിങ്കായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും അത് കാണിക്കുന്നത്. ആൻഡ് വിത്തൗട്ട് എ ടോ ഹി ഡിഡ് ദാറ്റ് വിച്ച് ഇസ് അമേസിങ്. കാരണം മാർക്കസിനെ കുറിച്ച് എല്ലാവരും കുറ്റം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഡൂയിങ് ദ ടോ. അതായത് ടോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കിനെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മളുടെ ബൈക്ക് വിടുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കുന്ന ലൈനുകൾ നമുക്ക് എടുക്കാം. അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു റൈഡറാണ്. ഇപ്പോൾ പെക്കോ ബാഗ്നായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ പെക്കോ ബാഗ്നായുടെ ടോ എടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ തൊട്ട് പുറകെ പോകുകയാണെങ്കിൽ ഒന്ന് പുള്ളി എടുക്കുന്ന അതേ ലൈനുകൾ നമുക്ക് എടുക്കാം. അത് തന്നെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ബ്രേക്കിംഗ് പോയിന്റ്, അതുപോലെ തന്നെ നമ്മൾ ഏത് ലൈനാണ് കോർണർ എടുക്കേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ മറ്റേ ഡ്രാഗ് കോഎഫിഷ്യന്റ് നമുക്ക് കുറവായിട്ട് കിട്ടും. കാരണം ഫ്രണ്ടിൽ പോകുന്ന ആൾ എയർ ബ്ലോക്ക് ചെയ്യുകയാണ്. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഞാൻ പേര് പോലും ഓർക്കുന്നില്ല. സ്പ്ലിറ്റ് സ്ട്രീം സംഭവമാണ് ഞാൻ മറന്നു പോയത്. നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന ആളുടെ സ്പ്ലിറ്റ് സ്ട്രീം കിട്ടും. അതായത് ഫ്രണ്ടിൽ പോകുന്ന ആളെ എയറിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് അത്ര എയർ റെസിസ്റ്റൻസ് വരുന്നില്ല. സോ നമ്മുടെ വണ്ടിക്ക് കുറച്ചുകൂടെ അങ്ങ് കവർ ചെയ്യാൻ പറ്റും. എയർ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ രണ്ട് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ടോ ചെയ്യുമ്പോൾ കിട്ടുക. സോ മാർക്കസ് കുറേ നാൾ കൂടിയാണ് ഒരു ടോയിങ്ങും ഇല്ലാണ്ട് ഡയറക്ട്ലി Q2 ക്വാളിഫൈ ആവുന്നതും ഡയറക്ട്ലി P3 മീൻസ് P3 ഇൻ ദ സെൻസ് ദാറ്റ് സ്റ്റാർട്ടിംഗ് ഗ്രിഡ് P3 എത്തുന്നതും. സോ ഇറ്റ് വാസ് റിയലി അമേസിംഗ് ടു വാച്ച്. ആൻഡ് അത് കഴിഞ്ഞ് സ്പ്രിന്റ് റേസിൽ മാർക്കസ് ക്രാഷ് ആയി. ആൻഡ് ഐ തിങ്ക് മാർക്കസിന്റെ 3-4 ക്രാഷിംഗ് കണ്ടാണ് സ്പ്രിന്റ് റേസുകളിൽ. മിക്കതും stupid റീസൺസ് കാരണമാണ് ക്രാഷ് ആയത്. ആൻഡ് ഇത്തവണ മാർക്കസ് വാസ് ബീങ് ഓവർ അംബിഷ്യസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹി വാസ് ട്രൈങ് ടു ക്യാച്ച് പെക്കോയും മാർക്കസും തമ്മിൽ ഒരു 1.6 സെക്കൻഡ്സിന്റെ അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ സ്റ്റാർട്ടിംഗ് ഗ്രിഡ് പോലെ തന്നെ പെക്കോ ഫസ്റ്റ്, സെക്കൻഡ് മാർട്ടിൻ, തേർഡ് മാർക്കസ് ആയിട്ടായിരുന്നു. ആൻഡ് മാർട്ടിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രീൻ ഏരിയയിലേക്ക് കയറി ആൻഡ് 1 സെക്കൻഡ് പുള്ളി ലൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹി ഗോട്ട് എ ലോങ് ലാപ്പ് പെനാൽറ്റി. സോ മാർട്ടിൻ ആ ലോങ് ലാപ്പ് പെനാൽറ്റി കവർ ചെയ്ത് വന്നപ്പോഴത്തേനും മാർക്കസ് ഫ്രണ്ടിൽ കയറി. ആൻഡ് മാർക്കസ് വാസ് റിയലി ക്ലോസിങ് ഓൺ പെക്കോ. ലൈക്ക് 1.6 സെക്കൻഡ്സിന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹി വാസ് കീപ്പിംഗ് ഓൺ പുഷിങ്. ലൈക്ക് മാർക്കസ് ഇപ്പോൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹി ഈസ് നോ മോർ ഇൻ ദ ടൈറ്റിൽ കണ്ടീഷൻ. ബിക്കോസ് പുള്ളി തേർഡ് ആയിരുന്നു. ആൻഡ് 1-2 ക്രാഷുകൾ കാരണം ഇപ്പോൾ ഇനിയ ബാസ്റ്റിനി ഇപ്പോൾ തേർഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ. ആൻഡ് മാർക്കസിന് അറിയാം നല്ല ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് 80 പോയിന്റ്സ് 90 പോയിന്റ്സിന് ഡിഫറൻസ് ഉണ്ട് ഫസ്റ്റും മാർക്കസും തമ്മിൽ. സോ ഫസ്റ്റ് പോകുന്ന 2 പേര് ഒരു 2 റേസെങ്കിലും ക്രാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കസിന് അവരുടെ അടുത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ. സോ ഈസ് നോ മോർ ദ ടൈറ്റിൽ കണ്ടൻഷൻ. അപ്പോൾ മാർക്കസിന് അത് തന്നെ അറിയാം. സോ ഹി ഈസ് ട്രൈങ് ടു ഗെയിൻ ദാറ്റ് വിക്ടറി. ഇതുവരായിട്ടും ഡുക്കാട്ടി കയറിയിട്ട് മാർക്കസിന് ഒരു റേസ് പോലും ജയിക്കാൻ പറ്റില്ല. അത് മാക്സിമം ഹി വെൻറ്റസ് സെക്കൻഡ് പൊസിഷൻ. അല്ലാണ്ട് ചില റേസുകളിൽ ഹി വാസ് ആക്ച്വലി ലീഡിങ് ദ റേസ്. പക്ഷേ അഗെയിൻ അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് കാരണം ഹി ക്രാഷ്ഡ് ഔട്ട്. അപ്പോൾ അങ്ങനെ ഇതുവരായിട്ടും ഒരു റേസ് ജയിക്കാൻ പറ്റിയിട്ടില്ല. 1000-ന് മുകളിൽ ദിവസമായി മാർക്കസ് ഒരു റേസ് ജയിച്ചിട്ട്. ഹി ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്, ബട്ട് ഹി നീഡ് ടു ഡു ദാറ്റ്. ലൈക്ക് നമ്മളൊരു റേസ് ജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ കോൺഫിഡൻസ് തന്നെയാണല്ലോ. നമുക്ക് പോഡിയം കിട്ടുന്ന പോലെ, പോഡിയം ഒരു പൊസിഷൻ കിട്ടുന്ന പോലെയല്ല നമ്മളൊരു റേസ് ചെയ്യും. So I think what Marcus is doing, that he was
ട്രൈങ് ടു വിൻ ദാറ്റ്. ആൻഡ് പണ്ടത്തെ മാർക്കസിനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഹീസ് ഐദർ വിൻ ഇറ്റ് ഓർ ബിൻ ഇറ്റ്. ഒന്നല്ലെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് കയറുക. ഇതാണ് ശരിക്കും മാർക്കസിന്റെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് സെക്കൻഡ് തേർഡ് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് ജയിക്കാന്ന് മാത്രമുള്ളതാണ് നമ്മുടെ മൈൻഡിലുള്ള കാര്യം എന്ന് പറഞ്ഞാണ് മാർക്കസ് പണ്ട് റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ആ ഒരു പഴയ മാർക്കസിന് നമുക്ക് അവിടെ ആ റേസിനിടയ്ക്ക് കാണാൻ പറ്റി. സോ ഫാൻസ് ആർ ഇൻ എ വേ ഹാപ്പി ബിക്കോസ് എന്തായാലും ടൈറ്റിൽ കണ്ടൻഷൻ ഇല്ല. സോ ഇഫ് ഈസ് ട്രൈങ് ടു ഡു മെനി ക്രേസി തിങ്സ്, അത് നമുക്ക് ആസ് ആൻ എന്റർടൈൻമെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പഴയ മാർക്ക് മാർക്കസിന്റെ ആ ഒരു അഗ്രസീവ്നെസ്സും ആ ഒരു റൈഡിങ് സ്റ്റൈലൊക്കെ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ. സോ അങ്ങനെ മാർക്ക് മാർക്കസ് സ്പ്രിന്റ് റേസിൽ ക്രാഷ് ഔട്ടായി. പിന്നെ മെയിൻ റേസിന്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി അത് സ്റ്റാർട്ടിങ്ങിലുണ്ടായ പ്രശ്നമാണ്. ലൈക്ക് ഒരു വീഡിയോ റേസ് തുടങ്ങുന്നതിന് മുമ്പ് മാർക്കസ് കയറി വന്നപ്പോൾ തന്നെ പുള്ളിയുടെ 2 ടെക്നീഷ്യൻസ് ഒരൊറ്റ ഓട്ടോ ഓടുന്നുണ്ട്. ലൈക്ക് പുള്ളിനെ ഇടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞാണ് ഒരു ടയറും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ആൻഡ് മാർക്കസ് വരെ ഞെട്ടിപ്പോയി. ആക്ച്വലി നമ്മൾ മാർക്കസിനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനത്തെ സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഞെട്ടൽ കാണിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ ബ്രദറൊക്കെ മിക്ക സമയത്തും പുള്ളി ഇങ്ങനെ പ്രാങ്ക് ചെയ്യാറുണ്ട്. പുള്ളി ഇങ്ങനെ കാറി കൂവുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പേടിയൊക്കെയുള്ള ഒരു മനുഷ്യനാണ് മാർക്ക് മാർക്കസ്. അപ്പോൾ മാർക്കസിന് ഇടിക്കാൻ വന്നപ്പോൾ അതൊരു ഫണി ഇൻസ്റ്റൻസ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നീട് പ്രസ് കോൺഫറൻസിലാണ് പറയുന്നത് ലൈക്ക് അവർ ടയർ പ്രഷർ വീണ്ടും ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ വാൽവ് ഒടിഞ്ഞു പോയി. അപ്പോൾ വാൽവ് ഒടിഞ്ഞു പോയപ്പോഴത്തേനും പെട്ടെന്ന് അതിൻ്റെ വാൽവ് മാറ്റാനായിട്ട് അവർ മിഷലിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് മിഷലിൻ്റെ അടുത്ത് പോയി ടയറിൻ്റെ വാൽവ് മാറ്റി. അതായത് മറ്റൊരു റിമ്മിലേക്ക് ഈ ടയർ ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇവർക്ക് ടയർ അലോക്കേഷൻ ഉണ്ട്. ഓരോ റേസിലും പ്രാക്ടീസിന് ഇത്ര ടയർ, അതുപോലെ സ്പ്രിന്റ് റേസിന് ഇത്ര ടയർ, അതുപോലെ മെയിൻ റേസിന് ഈ ടയർ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് ഓരോ ടയർ അലോക്കേഷൻ ഉണ്ട്. സോ വേറെ ടയർ കിട്ടത്തില്ല. അപ്പോൾ ഈ ടയർ തന്നെ യൂസ് ചെയ്യണം. പക്ഷേ വേറൊരു റിമ്മാണ് യൂസ് ചെയ്തത്. കാരണം ഇതിന് മറ്റേ ആദ്യം ഇട്ട റിമ്മിൻ്റെ വാൽവ് ഒടിഞ്ഞു പോയത് കാരണം. അപ്പോൾ അന്നേരം വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ പോയി തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും ഈ ടയറൊക്കെ ശരിക്കും ഇങ്ങനെ കവർ ചെയ്താണ് വെക്കുന്നത്. അത് കവർ ചെയ്ത് വെക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയറൊക്കെ അതിൻ്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാലാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഇൻറ്റൻറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് മാക്സിമം ഗ്രിപ്പാണ് വേണ്ടതെങ്കിൽ ആ ടയർ ആ ഒരു പ്രഷറിൽ തന്നെ ഇരിക്കണം. ഓവർ ഹീറ്റ് ആയാലും പ്രശ്നമാണ്, ഹീറ്റ് ഇല്ലെങ്കിലും പ്രശ്നമാണ്. 2 സമയത്ത് നമ്മൾ ഓവർ ഹീറ്റ് ആയി നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല, ഹീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്രാഷ് പോകും. 2 ടൈമിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ടയറിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കുറഞ്ഞു പോയി. സോ എല്ലാം വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് മാർക്കസ് ട്രാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മാർക്കസ് ആ ഒരു ടയറിന് ആ ഒരു ടെമ്പറേച്ചർ വീണ്ടും ആ പഴയ ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ട് പുള്ളി നന്നായിട്ട് ഹാർഡായിട്ട് ഓടിച്ചു. അപ്പോൾ ആദ്യം ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും റൈഡ് ഹൈഡ് ഡിവൈസസ് ആക്റ്റീവായി. വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും അത് ഓഫ് ആയി പോയി. അപ്പോൾ ഈ റൈഡ് ഹൈഡ് ഡിവൈസസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പോൾ ഈ റൈഡ് ഹൈഡ് ഡിവൈസസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റയറും താഴ്ത്തി ഫ്രണ്ടിലെ സസ്പെൻഷൻ താഴ്ത്തി വണ്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കും. സോ നമ്മൾ ലോഞ്ച് ചെയ്യാൻ നേരത്തെ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് കറക്റ്റ് ലോഞ്ച് ചെയ്യേണ്ട സമയം വരുന്നതിന് അവർക്ക് ആകെപ്പാടെ ക്ലച്ച് മാത്രം വിട്ടാൽ മതി. ആൻഡ് ട്രാക്ഷൻ കൺട്രോളും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇലക്ട്രോണിക്സ് എല്ലാം ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്തോളും. ഇപ്പോൾ നമ്മുടെ സാധാ ബൈക്ക് നമ്മൾ അതുപോലെ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് ക്ലച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പടയെന്ന് പറഞ്ഞ് ഫ്രണ്ട് പോകും. പക്ഷേ ഇവിടെ അങ്ങനെ പോകത്തില്ല, കാരണം അതെല്ലാം വെൽ ട്യൂൺഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഈ റൈഡ് ഹൈഡ് ഡിവൈസസിന്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വീലി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈഡ് ഹൈഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ പതിഞ്ഞിരിക്കുമ്പോഴത്തേനും അവർക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഐ തിങ്ക് ഹയർബൂസസ് ഒക്കെ ഡ്രാഗ് റേസിന് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതിങ്ങനെ പതിഞ്ഞിരിക്കുക. എന്നിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള സ്വിംഗ് ആം ആയിരിക്കും കൊടുത്തേക്കുക. സോ വണ്ടിയുടെ ഫ്രണ്ട് വീലി ആവത്തില്ല, അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതേ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ. ആൻഡ് റൈഡ് ഹൈഡ് ഡിവൈസസ് ആക്ച്വലി 2027 റെഗുലേഷൻ അനുസരിച്ച് ബാൻ ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മേക്കിംഗ് ദ റേസ് റിയലി ബോറിംഗ്. ഓരോ കോർണർ എത്തുമ്പോഴത്തേനും റൈഡ് ഹൈഡ് ഡിവൈസസ് ഹൈറ്റൻ ചെയ്യും. അതിന് കോർണർ കഴിഞ്ഞിട്ട് ഒരു സ്ട്രേറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ ലോവർ ചെയ്യും, കാരണം വീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ GPS വെച്ചിട്ട് എങ്ങാണ്ടൊക്കെയാണ് ഇവർ ഈ സംഭവം ശരിക്കും ചെയ്തു വെച്ചേക്കുന്നത്. സോ പ്രോട്ടോടൈപ്പ് റേസിംഗ് ആണ് ശരിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെ കുറച്ച് ടെക്നോളജീസ് കാരണം ആക്ച്വൽ റേസ് അവിടെ നടക്കണില്ല. എല്ലാവരുടെ ഒരു എല്ലാം മെഷീനാണ് ഡിഫറൻസ് വരുത്തുന്നത്. ആൾക്കാർക്ക് ആ ഒരു ഡിഫറൻസ് വരുത്താൻ പറ്റുന്നില്ല ആ രീതിയിൽ. പിന്നെ ക്ലോസ് റേഞ്ച് ബാറ്റിൽസ് ഇല്ല. ഇതൊക്കെ കാരണം MotoGP കുറച്ച് ബോറിംഗ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈഡ് ഹൈഡ് ഡിവൈസസ് ബാൻ ചെയ്യണം. സോ നമ്മൾ മാർക്കസിന്റെ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി പുള്ളി ഒരു മാനുവൽ സ്റ്റാർട്ടാണ് നടത്തിയത്. റൈഡ് ഹൈഡ് ഡിവൈസസ് എൻഗേജ് ആയില്ല, അതായത് സംഭവം താന്നില്ല. സോ പുള്ളിക്ക് പിന്നെ ചെയ്യാനുള്ളത് ഫുൾ ത്രോട്ടിൽ കൊടുക്കാണ്ട് മാനുവലി പയ്യെ സ്റ്റാർട്ട് ചെയ്ത് പോകാന്നുള്ളതാണ്. സോ അങ്ങനെ മാർക്കസ് റേസ് സ്റ്റാർട്ട് ചെയ്തു, ഒരുപാട് പുറകോട്ടേക്ക് പോയി. ആൻഡ് മോബിഡിലി ആയിട്ടൊന്ന് കൊളൈഡ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് റൈഡ് ഹൈഡ് ഡിവൈസസ് ഉണ്ടല്ലോ, അപ്പോൾ ബാക്കിലുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വിക്കറായിട്ട് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ മോബിഡിലായിട്ട് കൊളൈഡ് ചെയ്ത് മാർക്കസ് ട്രാക്കിന് പുറത്തേക്ക് പോയി. പക്ഷേ മറ്റേ റൂൾ അപ്ലൈ ആയി, കാരണം പുള്ളിക്ക് 1 സെക്കൻഡ് മുകളിലും കണ്ട് നഷ്ടമായി. 1 സെക്കൻഡ് മുകളിൽ മാത്രമല്ല, ഒരുപാട് പൊസിഷൻസും നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കസ് പിന്നെ റേസ് ആ ഒരു ഫസ്റ്റ് ലാപ്പിൽ 13th പൊസിഷൻ ഓർ 14th പൊസിഷൻ ആയിരുന്നു.
പിന്നെ ഓരോരുത്തരെ ഓവർടേക്ക് ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ബോറിംഗ് റേസിൽ മാർക്കസിനെ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആ റേസ് ഭയങ്കര എക്സൈറ്റിംഗ് ആക്കും. സോ ഈ റേസിൻ്റെ ആണെങ്കിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാർക്കസ് ഓരോരുത്തരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിരുന്നു. ആൻഡ് ഹി വാസ് ഡൂയിങ് ബ്രില്യൻറ്റ്. ബിൻഡറിൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് ഓവർടേക്ക് ചെയ്തു, ബെത്സക്കിയുടെ അടുത്ത് കുറച്ചൊന്ന് അഗ്രസീവായിട്ട് ഓവർടേക്ക് ചെയ്തു. അതിന് മുമ്പുള്ള ബാക്കി റേസേഴ്സിൻ്റെ അടുത്തൊക്കെ മാർക്കസ് നൈസായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ടു വാച്ച്. ആൻഡ് മാർക്കസ് മെയിനായിട്ട് ഒരു സ്പെഷ്യൽ കോർണറാണ് എപ്പോഴും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡേർട്ടി എയർ, അതായത് ഈ വിങ്ങിൽ കൂടെ ഈ ഫ്രണ്ടിലത്തെ വിംഗ്ലെറ്റ്സ് ഉണ്ടല്ലോ, ആ വിംഗ്ലെറ്റ്സിൽ കൂടെ വരുന്ന ഡേർട്ടി എയർ കാരണം നമുക്ക് പുറകിൽ വാക്വം ഉണ്ടാവും. അപ്പോൾ ആ വാക്വത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രേക്കും വഴിക്ക് വർക്ക് ആവത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആ വണ്ടിയുടെ ബാലൻസ് തന്നെ തെറ്റിപ്പോകും. കാരണം എയർ ടെർബുലൻസ് കാരണം നമ്മളുടെ വിങ് വർക്ക് ചെയ്യുമ്പോഴത്തേനും അതിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കുറച്ച് ബയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് മര്യാദയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിങ്സും ശരിക്കും ബാൻ ചെയ്യണം എന്നുള്ളത് പല ഫാൻസ് പറയുന്നുണ്ട്. ബട്ട് എനിവേ 2027 റിലേഷൻ അനുസരിച്ച് വിങ്സിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എയർ ടെർബുലൻസ് വളരെ മിനിമം ആയിട്ടുള്ളൊരു പൊസിഷൻ എത്തുമ്പോഴാണ് ആക്ച്വലി മാർക്കസ് ഓവർടേക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡർ ഓർ റൈറ്റ് ഹാൻഡർ. ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ മാർക്കസിന് അതും ഭയങ്കര എളുപ്പമാണ്, ബിക്കോസ് പുള്ളി ലെഫ്റ്റ് സൈഡിൽ പുലിയാണ്. അങ്ങനെ 13th പൊസിഷനിൽ നിന്ന് 4th പൊസിഷൻ വരെ മാർക്കസ് എത്തി. ആൻഡ് ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് റേസ്. ആൻഡ് ഞാൻ നോക്കട്ടെ, അതിൻ്റെ കുറച്ചെങ്കിലും ഭാഗങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് നമ്മൾ മോട്ടോ ജിപിയുടെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ചൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ബാൻ തരും. ആ വീഡിയോ കാണിക്കാൻ പോലും സമ്മതിക്കില്ല. സോ അങ്ങനെയാണ് മോട്ടോ ജിപിയുടെ കാര്യം. അതേസമയം F1 ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് സഹിച്ച് പറ്റുള്ളൂ. മോട്ടോ ജി പി അത്രയും ഫേമസ് ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് മാർക്കസ് ഹാഡ് എ ബ്രില്യൻറ്റ് റേസ് ഇൻ ദ മെയിൻ റേസിൽ. സോ ആസ് എ മാർക്കസ് ഫാൻ ഇറ്റ് വാസ് ഹാപ്പി വാച്ചിങ് ഹിം ഫൈറ്റിംഗ് ഫോർ എന്താ പറയുക ഫോർ മെനി പൊസിഷൻസ്. സോ ഇത് ഒന്നാമത് മാർക്കസിൻ്റെ അത്ര ഒരു ഫേവറേറ്റ് ട്രാക്ക് ഒന്നുമില്ല, പക്ഷേ എനിവേ ഹി ഡിഡ് വെരി വെൽ. ആൻഡ് അതാണ് നമുക്ക് മാർക്കസിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് വേറെ ഇപ്പോൾ പിന്നെയുള്ളത് പെഡ്രോ കോസ്റ്റയാണ്. പെഡ്രോ കോസ്റ്റ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് സെഷൻ്റെ സമയത്ത് ഒരു 300 കിലോമീറ്റർ സ്പീഡ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്രാഷായി. 300 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് ഒറ്റയടിക്ക് ക്രാഷ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു ക്രാഷ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഡേഞ്ചറസ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു 5 മിനിറ്റ് അവിടെ പുള്ളിയുടെ മെക്കാനിക്സിൻ്റെ അടുത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് ഡീബ്രീഫ് ചെയ്തിട്ട് അടുത്ത വണ്ടി കയറി വീണ്ടും ഓടിക്കാൻ തുടങ്ങി. അത് വേറൊരു കാര്യം. സോ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഡ്രോ കോസ്റ്റ നന്നായിട്ടൊന്ന് പുഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ആദ്യം ഒന്ന് ക്രാഷായി, ലോ സൈഡായിരുന്നു. അപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ മിസ്സിംഗ് ആയിരുന്നു. സോ അത് ആയിരിക്കാം മേ ബി. അത് കഴിഞ്ഞ് ആ വണ്ടി തിരിച്ച് പിറ്റിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാണ്ട് വീണ്ടും അതേ വണ്ടിയും കൊണ്ട് തന്നെ പെഡ്രോ കോസ്റ്റ അടുത്ത ലാപ്പ് എടുത്തപ്പോഴത്തേനും ഒരു സ്ട്രൈറ്റ്, അതായത് 300 കിലോമീറ്റർ പ്ലസ്സിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സ്ട്രൈറ്റ് എത്തിയപ്പോൾ ആൻഡ് വെൻ ഹി ബ്രേക്ക് പെട്ടെന്ന് തന്നെ ടയർ ലോക്കായതാണ്. ഫ്രണ്ട് ടയർ ലോക്കായി അടിച്ചല്ലി വീണു. ആൻഡ് ഭാഗ്യത്തിന് ട്രാക്കിൻ്റെ നടുക്കായിരുന്നു, ഭാഗ്യത്തിന് വേറെ ഓൺ കമ്മിങ് ട്രാഫിക്കുകളൊന്നും ഇല്ലായിരുന്നു. സോ മൊത്തത്തിൽ സേഫ് ആയിരുന്നു. ആൻഡ് കുറച്ച് നേരത്തേക്ക് ഇത് സെഷൻ വാസ് റെഡ് ഫ്ലാഗ്. അതായത് റെഡ് ഫ്ലാഗ് വരുമ്പോൾ നമുക്ക് ട്രാക്കിൽ ഇറങ്ങാൻ പറ്റില്ല. ട്രാക്കിലുള്ള ഡെബ്രീസ് ഒക്കെ എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ട്രാക്കിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വളരെ വിയേർഡ് ആയിട്ടുള്ളൊരു ക്രാഷ് ഉണ്ടായി. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ റെഡ് ബുൾ റിങ്ങിൽ ഭയങ്കര എന്ന് വെച്ചാൽ റെഡ് ബുൾ റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും KTMന്റെ ഹോം ഗ്രൗണ്ടാണ്. ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞല്ലോ. സോ ഈ റെഡ് ബുളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവർക്ക് ജയിക്കണം. നിങ്ങൾ റെഡ് ബുളിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസാണ് അവർ ചെയ്യുന്നത്. ആൻഡ് റെഡ് ബുള്ളാണ് ഇപ്പോൾ നിലവിൽ ഫോർമുല 1 ഒരുപാട് ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ദാക്കാർ റാലി നോക്കൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാലി സ്പോർട്ട് നോക്കൂ, അല്ലെങ്കിൽ നാസ്കാറിൽ റെഡ് ബുൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഏതൊക്കെ സ്പോർട്ടിൽ അവർ കൈ വെക്കുന്നുണ്ടോ അവിടെ എല്ലാവർക്കും ഫസ്റ്റ് അടിക്കണം. അത് മാക്സിമം പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അടിക്കണം. ആൻഡ് KTMലെ റെഡ് ബുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. KTM ബൈക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെയായിട്ടും അവർക്ക് മര്യാദ റേസുകൾ പോലും ജയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിലാണ് റെഡ് ബുൾ ഇരിക്കുന്നത്, KTM ഇരിക്കുന്നത്. ആൻഡ് റെഡ് ബുൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട്സ് വേണമെന്ന് പറഞ്ഞുള്ള വാശിയിലുമാണ്. സോ അവർ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനി റെഡിയാക്കി എടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. സോ അതെങ്ങനെയാണ് പ്ലേ ഔട്ട് ആവുന്നത് നമുക്കറിയത്തില്ല. ആൻഡ് റെഡ് ബുൾ ഡുക്കാട്ടിയുടെ ഡോമിനേഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് അത് ആസ്വദിക്കുന്ന ഒരാൾക്കാരുമല്ല. ആൻഡ് അഗൈൻ പെഡ്രോ അഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നെക്സ്റ്റ് മാർക്കസ് ആയിരിക്കും, ഈ വർഷം തന്നെ പുള്ളി ഒരു റേസ് ജയിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ചാമ്പ്യൻഷിപ്പ് വരെ ജയിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ആ രീതിയിലൊക്കെ ഭയങ്കര വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരുപാട് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെഡ്രോ കോസ്റ്റ. ഈവൻ ബിൻഡറിനും ജാക്ക് മില്ലറിനും പോലും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മേ ബി ആദ്യം KTM സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബൈക്കാണ്. പക്ഷേ മിഡ് ഓഫ് ദ സീസൺ ആകുമ്പോഴത്തേനും ബാക്കി
മാനുഫാക്ചേഴ്സൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യും. KTM ഒരു മിഡ് സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ KTM ഒരു ക്രൈസിസ് ഉണ്ടാവും. അപ്പോൾ ബിൽഡറിനും ജാക്ക് മില്ലറിനൊക്കെ അതറിയാം. സോ മേ ബി അവർ ആ രീതിയിലായിരിക്കും ഇത് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റുക്കീനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ബട്ട് എനിവേ അടുത്ത കൊല്ലം പെഡ്രോ കോസ്റ്റ ഈസ് ഗോയിങ് ടു ദ ഫാക്ടറി ടീം. അതുപോലെ ഡുക്കാട്ടിയിൽ നിന്ന് 2 റൈഡേഴ്സ് KTM വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ KTM ഇസ് ബീയിങ് സോ മച്ച്, എന്താ പറയുക, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല, റെഡ് ബുളിന് തീരെയായിട്ട് ഇഷ്ടമാവത്തില്ല എന്നുള്ളതൊക്കെ KTM നന്നായിട്ട് അറിയാം. സോ എനിവേ ലെറ്റ്സ് സീ വാട്ട് KTM ക്യാൻ ഡു ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ ഇനി പിന്നുള്ള അപ്രീലിയാണ്. അപ്രീലിനെ കുറിച്ച് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്രീലിക്ക് ഒന്നും തന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ വേറൊരു ഫണ്ണി ഇൻസിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രീലിയുടെ ഒരു മെക്കാനിക്കോ ക്രൂവിലുള്ള ഒരാൾ മറ്റേ ബെറ്റ്സക്കിയുടെ ബൈക്കിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് മറ്റേ ഡെവിഡ് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് അവരുമായിട്ട് ചൂടാവുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് കണ്ടായിരുന്നു. അപ്പോൾ ദേ ആർ സ്റ്റിൽ ലേണിംഗ് ഫ്രം ഡുക്കാട്ടി. ഇവരൊക്കെ ഡുക്കാട്ടിയുടെ ഒരു എഞ്ചിനീയേഴ്സിനെ പയ്യെ പോച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡുക്കാട്ടിയുടെ ആ ട്രേഡ് സീക്രറ്റ്സ് ഒക്കെ എടുത്ത് എങ്ങനെയില്ല അവരുടെ ബൈക്കും ഡുക്കാട്ടിയുടെ ഒപ്പം എത്തിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഡുക്കാട്ടിയുടെ മെയിനായിട്ട് ഉള്ള ഹെൽപ്പ് വേണ്ടത് ശരിക്കും യമഹ ആൻഡ് ഹോണ്ടയ്ക്കാണ്. യമഹ പിന്നെയും കുറച്ചുകൂടെയൊക്കെ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. അവർ ആവശ്യത്തിനുള്ള ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് കാശ് അവർ മുടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. മീൻ വൈൽ ഹോണ്ടയുടെ അവസ്ഥ ഒന്നും പറയാനില്ല. കാരണം നമ്മളൊരു 4 വർഷം മുമ്പ് 4 വർഷം മുന്നേ നോക്കുവാണെങ്കിൽ ഹോണ്ട എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് MotoGP ഗ്രിഡിനെ ഇങ്ങനെ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു ആക്ച്വൽ ബൈക്കാണ്. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാർക്ക് മാർക്കേഴ്സ് തന്നെ പറയാം. കാരണം ഞാൻ ഈ മിഷലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. മിഷലിൻ ടയേഴ്സ് അങ്ങനെ വന്നെങ്കിൽ പോലും ഡുക്കാട്ടിക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് അടുത്തൊന്നും ജയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ആക്ച്വലി മാർക്ക് മാർക്കേഴ്സ് മാത്രമാണ്. കാരണം മാർക്കസിൻ്റെ ബാക്കി ടീംമേറ്റ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും തന്നെ അത്ര ഒരുപാട് നാൾ ഫ്രണ്ടിൽ പുഷ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ലായിരുന്നു. ലോറൻസോ ഇടയ്ക്കൊക്കെ 2019 ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഡാനി പെഡ്രോസോ അതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ടിരുന്ന ഒരാളെന്ന് പറയുന്നത് മാർക്ക് മാർക്കസ് ആണ്. ആൻഡ് അത് മാർക്ക് മാർക്കസ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് ഹി കുഡ് റൈഡ് അറൌണ്ട് ദ പ്രോബ്ലംസ് ഓഫ് ഹോണ്ട. ആൻഡ് മാർക്ക് മാർക്കസ് പോയി ആൻഡ് ഡുക്കാട്ടി വേറെ ലെവലിലേക്കായി, കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഹോണ്ട ഇപ്പോൾ വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയിലാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞാൽ 2027 റെഗുലേഷൻസ് വഴി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. ബട്ട് സങ്കടമുണ്ട്. 2 ജാപ്പനീസ് മാനുഫാക്ചേഴ്സും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതിൽ നല്ല സങ്കടമുണ്ട്. കാരണം നമ്മൾക്ക് ഒട്ടുമിക്ക നമ്മുടെ ഫാൻസ് എന്ന് പറയുന്നത് ഡുക്കാട്ടിയുടെ KTMൻ്റെ ഒന്നുമല്ല. മിക്ക ഫാൻസും തന്നെ ഹോണ്ട ഓർ യമഹ ഫാൻസ് ഒക്കെയാണ്. കാരണം നമ്മുടെ ഫേവറേറ്റ് റൈഡേഴ്സ് ഒക്കെ കൂടുതലും ഓടിച്ചേക്കുന്നത് ഹോണ്ടയും യമഹയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും ഒരുപാട് സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പാണ് ഫ്രണ്ടിലത്തെ ഡുക്കാട്ടിയും ബാക്കിലത്തെ ഹോണ്ടയും തമ്മിലൊക്കെ വന്നത്. അപ്പോൾ ആ ഗ്യാപ്പൊന്നും നമുക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഹോണ്ട എന്തോരം ഇമ്പ്രൂവ് ആക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും ഓസ്ട്രിയൻ GPയിൽ നടന്നത്. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ വിൻഡോയുടെ ഒരു വീഡിയോ ഞാൻ എല്ലാ പോഡ്കാസ്റ്റിലും പറയാറുള്ളതാണ്. ഇതുവരെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിട്ടില്ല. ചിലപ്പോൾ Moto2 നിന്നൊക്കെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ചിലപ്പോൾ കുറച്ച് ഷഫ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നേക്കാം എന്നൊക്കെ ന്യൂസുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെ ഒരു ടോട്ടൽ എല്ലാം അറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണമായിരുന്നു. മാർക്ക് മാർക്കസ് ടു ഫാക്ടറി ഡുക്കാട്ടി അല്ലെങ്കിൽ ഓഹെ മാർട്ടിൻ ടു അപ്രീലിയ, അതിൻ്റെയൊക്കെ ഹൈപ്പ് വന്നപ്പോൾ തന്നെ നമ്മളിത് ചെയ്യുമായിരുന്നെങ്കിൽ അന്നേരം ആ ഹൈപ്പിനനുസരിച്ച് നല്ലൊരു വീഡിയോ തന്നെ. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കി അനലൈസ് ചെയ്തൊരു വീഡിയോ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.